ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ത്രൂപുട്ട് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബോട്ടിൽ നെക്സ് ആൻഡ് ഓവർ ഹെഡ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നൊരു ഏരിയ ആണ്. അപ്പോൾ ആദ്യം ഓൾറെഡി നമ്മൾ എന്താണ് ബോട്ടിൽ നെക്ക് എന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിമിറ്റേഷൻസ് ആണല്ലേ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ പ്രോസസ്സിംഗ് ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനി ഫേസ് ചെയ്യുന്ന ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ നെക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അതേപോലെ തന്നെ ത്രൂപുട്ടിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റിംഗ് ഫാക്ടേഴ്സിനെയാണ് ബോട്ടിൽ നെക്ക് എന്ന് പറയാം. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ബോട്ടിൽ നെക്ക് ചില സമയങ്ങളിൽ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ വരും. അങ്ങനെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടാത്ത ബോട്ടിൽ നെക്കിനെയാണ് നമ്മളെന്ത് പറയുന്നത്? വാണ്ടറിങ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പുതിയ ടേമും കൂടെ ഇതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട്, വാണ്ടറിങ് ബോട്ടിൽ നെക്ക്. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. സംടൈംസ് ദർ മേ ബി വാണ്ടറിങ് ബോട്ടിൽ നെക്സ്. This means that the identified key bottlenecks is not fully utilized because of a temporary limitation elsewhere caused by poor production planning and control. അപ്പോൾ ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ബോട്ടിൽ നെക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാതെ വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? വാണ്ടറിങ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ത്രൂപുട്ട് അക്കൗണ്ടിനകത്ത് ഒരു കാര്യം സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. എത്രയാണോ നമുക്ക് വരുന്ന മാക്സിമം ബോട്ടിൽ നെക്ക് യൂസ് ചെയ്തത് ആ കോസ്റ്റിനെയാണ് പ്രൊഡക്ഷനിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സജഷനും കൂടെ ഈ ത്രൂപുട്ടിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ റീസൺ കൊണ്ടാണ് വാണ്ടറിങ് ബോട്ടിൽ നെക്കുകൾ ഒക്കർ ചെയ്യുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് പുവർ പ്രൊഡക്ഷൻ പ്ലാനിങ് ആണ്, മറ്റൊന്ന് അതിൻ്റെ കൺട്രോളാണ്. ഓക്കെ, ഇനി ഇത് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് നമ്മളുടെ എഫിഷ്യൻസിനെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വാണ്ടറിങ് ബോട്ടിൽ നെക്ക് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ത്രൂപുട്ട് കോസ്റ്റ് കണ്ടുപിടിക്കണം. ത്രൂപുട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് യൂസേജ് ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ് എന്ന് പറയാം. ഇതിനെ ബജറ്റഡ് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പെർ മിനിറ്റ് ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബേസിൽ തന്നെ നമുക്ക് എഫിഷ്യൻസി മെഷർ ചെയ്യാൻ പറ്റും. സോ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഫിഷ്യൻസി 100 ആണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ബോട്ടിൽ നെക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി 100ൽ താഴെയാണ് നമ്മളുടെ എഫിഷ്യൻസി വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ടെന്ന് പറയാം? വാണ്ടറിങ് ബോട്ടിൽ നെക്സ് ഉണ്ടെന്ന് പറയാം. ഓക്കെ, അതായത് ബോട്ടിൽ നെക്കിന് നമ്മൾ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പം ഇവിടെ ബാലൻസ് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് വാണ്ടറിങ് ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, വാണ്ടറിങ് ബോട്ടിൽ നെക്കിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് ആക്ച്വൽ ഔട്ട്പുട്ട് ലെസ് ദാൻ ബഡ്ജറ്റോ അല്ലെങ്കിൽ ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് ഗ്രേറ്റർ ദാൻ ബഡ്ജറ്റോ വരുന്ന സമയത്താണ് 100% താഴെ നമുക്ക് എന്ത് വരുന്നത്? ബോട്ടിൽ നെക്കിൻ്റെ എഫിഷ്യൻസി വരുന്നത്. 100% താഴെയാണ് നമ്മളുടെ എഫിഷ്യൻസി എന്നുണ്ടെങ്കിൽ അതിന് രണ്ട് റീസണാണെന്ന് പറയുന്നത്. ഒന്ന് ആക്ച്വൽ ഔട്ട്പുട്ട് ലെസ് ദാൻ ബഡ്ജറ്റും അല്ലെങ്കിൽ ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് ഗ്രേറ്റർ ദാൻ ബഡ്ജറ്റും. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഫാക്ടറി ഹാസ് എ കീ റിസോഴ്സ് ബോട്ടിൽ നെക്ക് ഓഫ് ഫെസിലിറ്റി എ വിച്ച് ഈസ് അവൈലബിൾ ഫോർ 6260 മിനിറ്റ്സ് പെർ പീരീഡ്. അതായത് ഇവിടെ ഒരു ഫാക്ടറിയിൽ ഒരു കീ റിസോഴ്സ് എന്ന് പറയുന്നത് ഫെസിലിറ്റി എ ആണ്. അതിനെയാണ് നമ്മൾ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ടൈമാണ് ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരുന്നത്. 6260 മിനിറ്റാണ് ഒരു പീരീഡിൽ കിട്ടുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് 2 പ്രൊഡക്റ്റ്. ഇവിടെ 2 പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, എക്സ് ആൻഡ് വൈ. ഓക്കെ, എക്സും വൈയും ആണ് ആ പ്രൊഡക്റ്റ്. എക്സ് റിക്വയേഴ്സ് 1 മിനിറ്റ് ആൻഡ് വൈ റിക്വയേഴ്സ് 2 മിനിറ്റ്സ് ഇൻ ഫെസിലിറ്റി എ. അപ്പോൾ ഇവിടെ ഫെസിലിറ്റി എയിൽ എക്സ് ഒരു മിനിറ്റും വൈ 2 മിനിറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഡ്യൂറിങ് എ വീക്ക് ആക്ച്വൽ പ്രൊഡക്ഷൻ വാസ് 4750 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് എക്സ് ആൻഡ് 650 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് വൈ. അപ്പോൾ ഒരാഴ്ചയിലെ പ്രൊഡക്ഷൻ എടുക്കുന്ന സമയത്ത് 4750 യൂണിറ്റാണ് ഏതിന് വരുന്നത്? എക്ക് വരുന്നത് 4750 യൂണിറ്റ്സ് ആണ്. ദെൻ എക്സിന് വരുന്നത് 650 യൂണിറ്റാണ്. ഇനി ഇതിൻ്റെ ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് തന്നിട്ടുണ്ട് ₹15,650, 15,650 രൂപയാണ്. കാൽക്കുലേറ്റ് ത്രൂപുട്ട് കോസ്റ്റ് ഫോർ ദി വീക്ക്, ദെൻ എഫിഷ്യൻസി പെർസെൻറ്റേജ് ആൻഡ് കമൻറ്റ് ഓൺ ദി പോസിബിൾ റീസൺ. അപ്പോൾ നമ്മളോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് ത്രൂപുട്ട് കോസ്റ്റ് ഫോർ ദി വീക്ക്, ആ ആഴ്ചയിലെ ത്രൂപുട്ട് കോസ്റ്റ് മെഷർ ചെയ്യുക. രണ്ടാമത്തത് എഫിഷ്യൻസിയുടെ പെർസെൻറ്റേജ് കാണുക. എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്നുള്ളതിൻ്റെ റീസണും കൂടി സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടി പറയുകയാണ്. ഇവിടെ ബോട്ടിൽ നെക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് 6260 മിനിറ്റാണ്. ഇതിൽ എക്സും വൈയും ആണ് 2 പ്രൊഡക്റ്റുകൾ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 4750 യൂണിറ്റാണ്, വൈ 650 യൂണിറ്റാണ്. ഇനി എക്സ് എടുക്കുന്നത് 1 മിനിറ്റാണ്, വൈ എടുക്കുന്നത് 2 മിനിറ്റാണ്. അതിൻ്റെ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് 15,650. ഇനി ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ത്രൂപുട്ട് കോസ്റ്റ് ഫോർ ദി വീക്ക്. സോ കാൽക്കുലേഷൻ ഓഫ് ത്രൂപുട്ട് കോസ്റ്റ് ഫോർ ദി വീക്ക്. എങ്ങനെയാണ് ത്രൂപുട്ട് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് ഇൻറ്റു ബജറ്റഡ് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് പെർ മിനിറ്റ് ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ്. അപ്പോൾ ഇതിലുള്ള 2 എലമെൻറ്റ്സും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, രണ്ടും നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം.
അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ടാണ്, അല്ലെങ്കിൽ യൂസേജ് ഓഫ് ബോട്ടിൽ നെക്ക് റിസോഴ്സസ്. അപ്പോൾ ഇവിടെ ബോട്ടിൽ നെക്ക് റിസോഴ്സസിൻ്റെ യൂസേജ് ആണ് കാണുന്നത്. എക്സിൻ്റെയും വൈൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് കോസ്റ്റ് ഫോർ ദി വീക്ക് 4750 യൂണിറ്റ് ആണ് എക്സിന് വരുന്നത്. അത് 1 മിനിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4750 × 1 പ്ലസ് ഇനി വൈൻ്റെ ചെയ്യുമ്പം 650 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. 1 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 2 മിനിറ്റാണ്. അപ്പോൾ 650 × 2 1300. 4750 പ്ലസ് 1300 ഈസ് ഈക്വൽ ടു 6050. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് 6050 മിനിറ്റാണ്. ഇനി രണ്ടാമത്തെ പോർഷനായിട്ട് കാണേണ്ടത് ഫാക്ടറി കോസ്റ്റ് പെർ മിനിറ്റ് ആണ്. കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഡിവൈഡഡ് ബൈ മിനിറ്റ് അവൈലബിൾ ഇൻ ബോട്ടിൽ നെക്ക്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട് ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് 15650 ആണ്. അത് ഡിവൈഡഡ് ബൈ മിനിറ്റ് അവൈലബിൾ ഇൻ ബോട്ടിൽ നെക്ക്. ബോട്ടിൽ നെക്ക് മിനിറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 6260 ആണ്. അപ്പോൾ 15650 ഡിവൈഡഡ് ബൈ 6260 ഈസ് ഈക്വൽ ടു 2.5. ഓക്കെ, അപ്പം 2.5 ആണ് 1 മിനിറ്റിന് വരുന്ന കോസ്റ്റ്. ഇനി ത്രൂപുട്ട് കോസ്റ്റ് ഫോർ ദി വീക്ക് കാണാം. ത്രൂപുട്ട് കോസ്റ്റ് ഫോർ ദി വീക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് ഫോർ ദി വീക്ക് ഇൻറ്റു കോസ്റ്റ് പെർ ഫാക്ടറി മിനിറ്റ് ആണ്. അപ്പോൾ 6050 × 2.5 ചെയ്ത് കഴിഞ്ഞാൽ 15125. നെക്സ്റ്റ് എഫിഷ്യൻസി മെഷർ ചെയ്യാണ്. രണ്ടാമത്തെ പോർഷനായിട്ടുള്ള ആൻസറാണ്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ത്രൂപുട്ട് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ആക്ച്വൽ ടോട്ടൽ ഫാക്ടറി കോസ്റ്റ് ഇൻറ്റു 100. അപ്പോൾ ത്രൂപുട്ട് കോസ്റ്റ് 15125 ആണ്. ഡിവൈഡഡ് ബൈ ആക്ച്വൽ ഫാക്ടറി കോസ്റ്റ് 15650 × 100 ചെയ്ത് കഴിഞ്ഞാൽ 96.6%. അപ്പോൾ ഇവിടെ എഫിഷ്യൻസി 100ൽ കുറവാണ്. 100ൽ കുറവാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? വാണ്ടറിങ് ബോട്ടിൽ നെക്ക്. So the bottleneck resource of facility A is available for 6260. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന ടൈം 6260 ആണ്. പക്ഷേ നമ്മളിതിൽ എത്രയേ യൂസ് ചെയ്യുന്നുള്ളൂ? യൂസ് ചെയ്യുന്നത് 6050 മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. സ്റ്റാൻഡേർഡ് മിനിറ്റ് ഓഫ് ത്രൂപുട്ട് കോസ്റ്റ് ഫോർ ദി വീക്ക് 6050 ആണ്. ഓക്കെ, അപ്പോൾ 6260ൽ 6050 മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? വാണ്ടറിങ് ബോട്ടിൽ നെക്ക് വരുന്നത്. 6260ഉം യൂസ് ചെയ്യാനുണ്ട്, പക്ഷേ അതിൽ 6050 മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഈ 100% കുറവ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് വാണ്ടറിങ് ബോട്ടിൽ നെക്കാണ്. കാരണം 6260 നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ 6050 യൂസ് ചെയ്യുന്നുള്ളൂ, ബാക്കി 210 ബാലൻസ് ആണ്. അപ്പോൾ 2 റീസൺ ആണ് 100ൽ കുറയാനുള്ളതായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, ദി പ്രസൻസ് ഓഫ് വാണ്ടറിങ് ബോട്ടിൽ നെക്ക്, ദെൻ ഇൻഎഫിഷ്യൻസി ഇൻ ഫെസിലിറ്റി എ.